ഈ കലോത്സവ നഗരിയിൽ നിൽക്കുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കം എന്ന വിശേഷത്തെക്കാൾ ഉപരിയായി എന്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നത് മറ്റൊരു കാഴ്ചയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു കലോത്സവ വേദി ഒരു കുട്ടിയുടെ വീട്ടുമുറ്റത്തേക്ക് എത്തിയ ആ നിമിഷം. മാരകമായ രോഗാവസ്ഥയിലായതുകൊണ്ട് വേദിയിലെത്താൻ കഴിയാതിരുന്ന കൊച്ചുമിടുക്കി സിയ ഫാത്തിമയ്ക്ക് വേണ്ടി അവരുടെ വീട് തന്നെ വേദിയാക്കിയ ആ തീരുമാനം, അതാണ് ഈ കലോത്സവത്തിന്റെ യഥാർത്ഥ വിജയം. മത്സരിക്കാൻ കഴിയാതെ പോകുന്നവരുടെ കണ്ണീരൊപ്പാൻ നമുക്ക് സാധിച്ചു എന്നത് കിരീട നേട്ടത്തെക്കാൾ വലിയ കാര്യമാണെന്ന് ഞാൻ കാണുന്നു. അതുപോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങളോട് പോരാടി വിസ്മയകരമായ പ്രകടനം കാഴ്ചവെച്ച സച്ചിവിനെ നമ്മൾ കണ്ടു. സച്ചിവിന് സുരക്ഷിതമായ ഒരു വീട് നിർമ്മിച്ചു നൽകുവാനുള്ള നടപടികൾ സർക്കാർ ഏറ്റെടുക്കുകയാണെന്ന് സന്തോഷ വാർത്ത ഈ വേദിയിൽ വെച്ച് ഞാൻ പ്രഖ്യാപിക്കുന്നു. അതൊരു ഔദാര്യമല്ല, ആ പ്രതിഭയ്ക്കുള്ള നമ്മുടെ ആദരവാണ്. ഈ രണ്ട് സംഭവങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: കല എന്നത് വെറും ഒരു മത്സരമല്ല, മറിച്ച് അത് മനുഷ്യത്വത്തിന്റെയും കരുതലിന്റെയും കൂടി അടയാളമാണ്. ജയപരാജയങ്ങൾക്കപ്പുറം കല എന്ന വികാരത്താൽ ഒന്നുചേർന്ന വമ്പൻ ജനസഞ്ചയമാണ് ഈ കലോത്സവത്തിന്റെ ശക്തി. നമ്മുടെ കുട്ടികളുടെ കലാപരമായ ഭാവിയെ കരുതി സുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങൾ കൂടി നടത്തുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ സ്പോർട്സ് ഡിവിഷനുകളും പരിശീലന കേന്ദ്രങ്ങളും ഉള്ളതുപോലെ കലയെ ഗൗരവമായി കാണുന്ന കുട്ടികൾക്കായി ആർട്സ് പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. കുട്ടികളിലെ കലാവാസന പരിപോഷിപ്പിക്കാൻ സ്കൂളുകളിൽ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ നിയമിക്കുവാനുള്ള നടപടികൾ വേഗത്തിലാക്കും. കലയും കായികവും പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ജോലി സുരക്ഷ ഉറപ്പാക്കാനുള്ള ശക്തമായ നടപടികളും സർക്കാർ സ്വീകരിക്കും. അടുത്ത അധ്യയന വർഷം മുതൽ കലോത്സവ നടത്തിപ്പിൽ കാതലായ ചില മാറ്റങ്ങൾ വരുത്തുവാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ സ്കൂൾ, സബ് ജില്ലാ, ജില്ലാ, സംസ്ഥാനതല കലോത്സവങ്ങളുടെ കൃത്യമായ ഷെഡ്യൂൾ പ്രഖ്യാപിക്കും. ഇത് കുട്ടികൾക്ക് പരിശീലനത്തിന് കൂടുതൽ സമയം നൽകും. സ്കൂൾ തലത്തിലുള്ള മത്സരങ്ങളിൽ പലപ്പോഴും പരാതികൾ ഉയരാറുണ്ട്. അത് ഒഴിവാക്കാൻ സ്കൂൾ മത്സരങ്ങളിൽ പുറത്തു നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരെ നിരീക്ഷകരായി നിയമിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും. കലോത്സവ വിജയികൾക്കുള്ള ഗ്രേസ് മാർക്ക് സമ്പ്രദായം കൂടുതൽ ശാസ്ത്രീയമായും നീതിയുക്തമാക്കുവാൻ വിദഗ്ധരുമായി ആലോചിച്ച മാറ്റങ്ങൾ വരുത്തും. നമ്മുടെ സ്കൂൾ ഒളിമ്പിക്സ് വൻ വിജയമായിരുന്നു. പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ മേള വലിയൊരു മാതൃകയായിരുന്നു. അതേ മാതൃകയിൽ വരും വർഷങ്ങളിൽ കലോത്സവവും ഇൻക്ലൂസീവ് ഫെസ്റ്റിവലായി മാറ്റുവാനുള്ള സാധ്യതകൾ സർക്കാർ പരിശോധിക്കുമെന്നുള്ള കാര്യം കൂടി ഞാനോട് വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരേ വേദിയിൽ